14-ാമത്തെ വാക്യത്തില് 13-ാമത്തെ വാക്യത്തിൽ പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താണ്? മോശയുടെ ചുറ്റും ആളുകൾ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ മോശയുടെ 14 ദൈവത്തോട് ചോദിക്കുവാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവരെന്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്ത കാര്യം നന്നല്ല. നീ നിന്നോട് കൂടെയുള്ള ഈ ജനവും ചിന്തിച്ചു പോകും. ഈ കാര്യം നിനക്ക് അധികാരമാകുന്നു. ഏകനായി അത് നിവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നത് ഏകനായി അത് നിവർത്തിക്കാൻ നിനക്ക് കഴിയുന്നതല്ല. ഈ നേതാക്കന്മാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകനായി മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ഒറ്റയാളെ ഉള്ളത് കർത്താവാണ്. നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം ഏകനായി മഹാത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എന്നിട്ട് പിന്നെന്താ പറയുമെന്നറിയാമോ? എനിക്ക് ഭയങ്കര ഭാരമാണെന്ന് പറയും. ഇല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏകനായിട്ട് മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ആരേ ഉള്ളൂ? കർത്താവേ ഉള്ളൂ. നീ ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുകയില്ല. ആകയാൽ എന്റെ വാക്കുകൾക്ക് ഞാനൊരു ആലോചന പറഞ്ഞുതരാം. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ അവിടെ ഇരുന്നാൽ മതി. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇവരങ്ങോട്ട് തീർക്കട്ടെ. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയൊക്കെ അവരെ അറിയിക്കുകയും ചെയ്യും. നീ എന്ത് ചെയ്താൽ മതി? ദൈവം നിന്നോട് എന്ത് പറയുന്ന ആദ്യം ഇവരോട് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു നേതാവിനെ കുറിച്ച് ദൈവം എപ്പോഴും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയാമോ? അവൻ കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന്, അല്ലാതെ കൂടുതൽ സമയം ജനങ്ങളോട് ഇരിക്കണമെന്നല്ല. അതൊക്കെ സെക്യുലർ ലീഡർഷിപ്പിന്റെ പ്രത്യേകതയാണ്. ഉറങ്ങത്തില്ല. എപ്പോഴും എന്താണ്? പദയാത്രയും മറ്റേ യാത്രയും എന്തുവാ, ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ തെക്ക് വടക്ക് നടക്കുക. എന്തിനാ? ജനങ്ങളെ കൂടെ നിർത്താനായിട്ട്. അത് ആരുടെ ജോലിയാണ്? അത് സെക്യുലർ ലീഡർഷിപ്പിന്റെ ജോലിയാണ്. ഒരു സ്പിരിച്വൽ ലീഡർ ഉണ്ടല്ലോ, അവൻ കൂടുതൽ സമയം ജനങ്ങളോടൊപ്പം അല്ല സ്പെൻഡ് ചെയ്യേണ്ടത്. അവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ദൈവത്തോടൊപ്പമാണ്. മോശയോട് ഇത്ര പറയുന്നത്, നീ ദൈവസന്നിധിയിൽ ഇരിക്കും. കാര്യം ഇവർക്ക് ഈ പറയുന്ന പോലെ ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. പക്ഷെ നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് ആസ് ഫാർ ആസ് പോസിബിൾ യു സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. So every leader should understand this. ഇന്നത്തെ ലീഡർഷിപ്പിന് പറ്റിയിരിക്കുന്ന പ്രശ്നം, they have no time to sit in the presence of the Lord because they are surrounded by people, right? എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ ഈച്ച പൊതിഞ്ഞ പൊതിയാണ്. പിന്നെ അവരെല്ലാം പ്രസാദിപ്പിച്ചെങ്കിൽ ഇവർക്ക് അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുള്ളൂ. അല്ല വേറെ ഒരു കാര്യമില്ല. ഇതൊന്നും വോട്ട് കിട്ടാനുള്ള കാര്യമല്ല. വേറെ ഒന്നുമില്ല. കാര്യത്തിന് എന്റെ പുറകെ നടക്കുന്നത്? ദൈവത്തിന് എന്നെ ഒരു സ്ഥാനത്താക്കണമെങ്കിൽ ദൈവം അവിടെ ആക്കിക്കോളൂ. നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? ഇല്ലേ? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുമെന്ന്. ഇതിന്റെ പുറകിൽ നിന്ന് മാറത്തില്ല. എന്നിട്ട് പറയും നമുക്ക് ബേർഡനാണ്. ഇല്ലേ? ദൈവം ഏൽപ്പിക്കാത്ത ഏത് ജോലിക്കും ദൈവം ആത്മാവിനെ കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജഡത്തിൽ ഇതെല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്താണ്? ലീഡർഷിപ്പ് ലെവൽ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആത്മാവ് പോയിട്ട് എല്ലാം ജഡത്തിലാകും. എന്നാൽ വലിയൊരു കെണിയാണതെന്നുള്ളത് ഓരോ ലീഡറും മനസ്സിലാക്കിയിരിക്കണം. ഓരോ ലീഡറും മനസ്സിലാക്കണം, ഞാനൊരു ലീഡർഷിപ്പ് ലെവലിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ജനങ്ങളുമായിട്ടല്ല ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? ദൈവസന്നിധി. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയാണ്ടല്ലോ നമ്മുടെ ചർച്ച്, നമ്മളുടെ സമൂഹം എല്ലാം എന്തോരം വ്യത്യസ്തമായിരിക്കും എന്നറിയാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നേതാക്കന്മാർ നമുക്ക് ഇല്ലാതെ പോകുന്നു. എല്ലാം ബുദ്ധിപരമായി, മനുഷ്യന്റെ ബുദ്ധിയിൽ, ഭൗതിക ബുദ്ധിയിൽ, ശാരീരിക ശക്തിയിൽ, ടാക്ടിക്സില്, ഡിപ്ലോമസിയില്, അല്ലേ? നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇപ്പൊ പലപ്പോഴും എന്താണെന്നറിയാമോ? ദൈവ ആത്മാവിലല്ല നിൽക്കുന്നത്, ഡിപ്ലോമസിയിലാണ് നിൽക്കുന്നത്. ഇല്ലേ? ഡിപ്ലോമസി. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന ഡിപ്ലോമസി ഒന്നും കാണിക്കാൻ അറിയില്ലെന്നുള്ളതാണ്. ദേ ആർ നോട്ട് കോമ്പറ്റന്റ് ഇൻ ദാറ്റ്. അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ളവരൊന്നും അല്ല. എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മാർത്തോമ സഭയിലെ കോട്ടയം തിയോളജിക്കൽ സെമിനാരി ഇപ്പൊ ദൈവകൃപ ഇല്ലെങ്കിലും പൊക്കോളും. കാര്യം അവർക്കൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നമ്മളുടെ സെമിനാരി ഉണ്ടല്ലോ, അത് പോകണമെങ്കിൽ നമുക്ക് ആ സെറ്റപ്പും ഇല്ലെന്ന് ആലോചിക്കണം. ദൈവകൃപ ഇതും കൂടി ഇല്ലെങ്കിൽ എന്താ ഗതി? ഇല്ലേ? ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ എന്താ? അത് അങ്ങനെ പൊക്കോളൂ. ഇല്ലേ? അതങ്ങനെ അങ്ങ് പൊക്കോളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വളരെ എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്നറിയാമോ? നമ്മുടെ നേതാക്കന്മാരിൽ മിക്കവർക്കും എല്ലാവരും നേതാവായത് ആത്മാ തലത്തിലൊക്കെ ആയിരിക്കാം. അല്ലേ? ആത്മാവിന്റെ ആ നിയോഗത്താലും ഒക്കെയാണ് ഇവർ നേതൃനിരയിൽ വന്നത്. പക്ഷേ നേതൃനിരയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെടുക്കാൻ വയ്യാത്ത ഭാരമെല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് എന്താണ്? ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവർക്ക് നേരമില്ല. ഒടുവിൽ എന്ത് ചെയ്യുന്നു? ആത്മാവില്ല. എന്നാൽ മറ്റേ
ഇവരെ കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതൊട്ട് മാനുഷികമായിട്ട് അതുമില്ല. പിന്നെന്ത് ചെയ്യും? ഇല്ലേ? സെക്യുലർ ലീഡർഷിപ്പിനോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാർക്കോ ഒക്കെ ഒരുപക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കും. ഇത് അതുമില്ല. അതുകൊണ്ട് മോശയോട് ഇത്ര പറഞ്ഞതെന്നറിയാമോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ജനങ്ങളെല്ലാം കൂടെ വന്ന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ എന്തുമാത്രം ആൾക്കാരാ വരുന്നത്, എന്റെ ബ്രദറെ എനിക്കിപ്പോ ഇതിന് നേരമില്ല ഇമ്മ ആൾക്കാരെന്നെ അങ്ങ് പൊതിഞ്ഞിരിക്കുക, പണ്ടൊന്നും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അവരോട് വേറെ പണി നോക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദൈവസന്നിധി പോയിരിക്കണം. എന്നിട്ട് പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യമൊക്കെ തീർക്ക്, ദൈവം എന്നോട് എന്തോ പറയുന്നു എന്ന് ഞാൻ കേൾക്കട്ടെ, അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മീയ നേതാവ്. സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്താണ്? ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ വാക്കുകൾക്ക് വേണ്ടി ചെവി കൊടുത്ത് ആത്മാവ് ഏൽപ്പിക്കാത്ത ഭാരം ഏൽക്കാത്തവനാ. എന്നാൽ ദൈവം ഏൽപ്പിച്ച സകല ഭാരവും ഏൽക്കാനായിട്ട് എന്താണ് ചെയ്യാനായിട്ട് ദൈവം അവൻ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തില് 25-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നിന്റെ ആത്മാവിൽ കുറെ എടുത്ത് ഞാൻ അവർക്ക് കൊടുക്കാം. കാരണം ഞാൻ തന്നിരിക്കുന്ന ആത്മാവ് നിനക്ക് തന്നിരിക്കുന്നതാണ്, നിനക്ക് ഇവരെ നടത്താനുള്ള ആത്മാവിനെ ഞാൻ തന്നിട്ടുണ്ട്. സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും. മിഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശരിക്കും സ്ട്രഗിൾസ് ഉണ്ട്. ഞാൻ ശരിക്കും സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്, അല്ലേ? ആ സ്ട്രഗിൾസ് അനുഭവിക്കുമ്പോൾ ഈ മോശ പറഞ്ഞതിന് അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോശ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യം ഞാൻ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിലും ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ ഉള്ള ആത്മാവിനെ കർത്താവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ദൈവം ഭരമേൽപ്പിച്ചിട്ടില്ലാത്ത ജോലിയൂടെ ഞാൻ ഏറ്റെടുത്തെങ്കിൽ അതിനുള്ള ആത്മാവിനെ കർത്താവ് എനിക്ക് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അവിടെ അറിയേണ്ട കാര്യം, ഏകനായി നിനക്കിത് ചെയ്യാൻ കഴിയുകയില്ല, ഏകനായി ഞാനിത് ചെയ്തു കളയുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണി എന്ന് പറഞ്ഞൊരു കൂട്ടായ പണിയാണ്. അതിനകത്ത് ഞാൻ ചെയ്തില്ലെങ്കിൽ എല്ലാം തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. അങ്ങനൊന്നുമില്ല. നിന്നേക്കാൾ കഴിവുള്ള എത്രയോ പേര് താഴെ നിപ്പുണ്ട്. നമ്മുടെ ചിന്ത എന്നറിയാമോ? നമ്മൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് നിന്നില്ലെങ്കിൽ ഇത് അങ്ങ് താഴെ പോകുന്നു. അങ്ങനൊന്നുമില്ല. അത് തെറ്റായ ഒരു ചിന്തയാണ്, ഇല്ലേ? ദൈവത്തെ തന്നെ നമ്മളെ താങ്ങിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്ത. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നു, നീ സ്തുതിച്ചുകൊണ്ടിരുന്നോളും, ഇല്ലെങ്കിൽ കർത്താവ് താഴെ പോകുന്നു. അത് പേടിച്ചൊന്നും ആരും സ്തുതിക്കണ്ട. കാര്യം ദൈവമൊന്നും താഴെ പോകത്തൊന്നുമില്ല. നമ്മളെ സ്തുതി അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ദൈവത്തിന് ഇരിപ്പിടമൊന്നും ഇല്ലാതിരിക്കത്തൊന്നുമില്ല. ഇരിപ്പിടം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ ദൈവം അങ്ങ് താഴെ വീണു പോകുന്നു ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ദൈവം എന്തോ ദൈവമാണ്, ഇല്ലേ? നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ദൈവം താഴെ പോകുമെങ്കിൽ ദൈവം താഴെ പോകുമെന്ന് വെച്ച് ആരും ദൈവത്തെ സ്തുതിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ സ്തുതിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കൂടത്തൊന്നുമില്ല. നമ്മൾ സ്തുതിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കുറയത്തുമില്ല. സ്തുതിക്കുന്നത് ദൈവത്തിന് വേണ്ടിയൊന്നുമല്ല, സ്തുതിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം വരുന്നിരിക്കുകയെന്നറിയാം. കാര്യം ഇതൊന്നും അല്ല കേട്ടിരിക്കുന്നുള്ളത് എനിക്കറിയാം. സ്തുതിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. കാര്യം ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നതാണ്, അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ്. അതായത് വായിക്കുമ്പോ അത് ഈ ഡസൻ ചേഞ്ച്. നമ്മളുടെ സ്തുതി അങ്ങോട്ട് നമ്മൾ കുറെ കൂടെ പറയുമ്പോഴത്തേക്ക് ഇവന്റെ പ്രകാശം കുറച്ചുകൂടെ വർദ്ധിക്കത്തൊന്നുമില്ല. നമ്മളെ ആരെങ്കിലും പ്രൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഒന്നും ഇങ്ങനെ വിടർന്നു വരും. അങ്ങനെ ദൈവത്തിന്റെ മുഖം ഒന്നും വിടർന്നു വരത്തൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നും നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെ വിചാരിക്കരുത്. അവനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ സ്തുതിക്ക് യോഗ്യൻ അല്ലെങ്കിൽ ബിക്കോസ് ഹി ഈസ് വർതി ടു ബി വർഷിപ്ഡ്. ഐ വർഷിപ്പ് ഗോഡ് ബിക്കോസ് ഹി ഈസ് വർതി ടു ബി വർഷിപ്ഡ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ ആരാധിച്ചു പോവുകയാണ്. അത് ദൈവത്തിന് എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കത്തില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നികൃഷ്ടനാണ്. ഞാൻ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് അയാളിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും അല്ലെങ്കിൽ മേ ബി ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും വിളിച്ചിട്ട് ഞാൻ ബിക്കോസ് മേ ബി നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ നല്ലൊരു പാട്ട് പാടി, ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തൊരു നല്ല വോയിസാണ് അല്ലേ, ഇതൊരു ഇറ്റ് ഇസ് റിയലി ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി വ്യത്യാസപ്പെട്ട് എന്നോടുള്ള ആ വ്യക്തിയുടെ മനോഭാവത്തിന് വ്യത്യാസം വരണമെന്ന് ചിന്തിച്ചാണ് ഞാൻ ഇത് പറയുന്നതെങ്കിൽ അത് ഒരു നികൃഷ്ടമായ അവസ്ഥയല്ലേ? അല്ലേ? അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇറ്റ് ഇസ് സിമ്പിൾ ലോജിക്. ഞാൻ സ്തുതിക്കുമ്പോൾ ആ സ്തുതി കണ്ടിട്ട് കേട്ടിട്ട് ദൈവം
മാറ്റമുണ്ടായി ദൈവം അങ്ങ് പൊങ്ങി, നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവം കോളൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് കണ്ടോ എന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഡസൻ യുവർ പ്രൈസസ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ടു ഗോഡ്. പണ്ട് സ്റ്റോറി, റെബലിംഗ് സ്റ്റോറിയാണ്. ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കഥകൾ കയറി പറയുന്നത് എന്നോട് ക്ഷമിക്കുക. പക്ഷേ എനിക്ക് എന്റെ ചിന്ത ഇതൊക്കെ ഇടയ്ക്ക് കർത്താവ് കൊണ്ട് തരുന്ന കാര്യം, ഇതൊക്കെ ഒത്തിരി പേരെ വരച്ചിട്ടുണ്ടെന്ന് എന്റെ ചിന്ത. ഒരു റെബലിംഗ് സ്റ്റോറി, ആ സ്റ്റോറി ഇങ്ങനെ പറയുന്നത്, ദർ വാസ് എ പേഴ്സൺ കോൾഡ് ഇസാഖ്. ഇസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജെറൂസലേമിലുണ്ടായിരുന്നു. ഹി വാസ് എ ടൈലർ. അപ്പൊ ഇവൻ നന്നായിട്ട് കുപ്പായം തിന്നുന്നുണ്ട്. അപ്പൊ ആളുകളെല്ലാം ഇവന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു, അവിടെ ജെറൂസലേമിലുള്ളവർ കൊണ്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജെറൂസലേമിലുള്ളവർ മാത്രമല്ല, ജെറിക്കോയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമുള്ള ആളുകളെല്ലാം അറിഞ്ഞു ഇവൻ ഇങ്ങനെ ഒരു നല്ല ടൈലർ ജെറൂസലേമിലുണ്ടെന്ന്. അപ്പൊ അവരെല്ലാവരും ജെറൂസലേമിൽ വരുന്ന സമയത്ത് എന്താണ്, ഒരു കുപ്പായം തിന്നിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ എനിക്ക് അവിടെ മാത്രമല്ല, ടാർസസിനും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്തു, ഇവിടെ വന്ന് കുപ്പായം തിന്നിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവിടെ വരുന്നവരുടെ എല്ലാം പ്രത്യേകത എന്നറിയാമോ? വരുമ്പോ ആദ്യം ഇവർ പറഞ്ഞു, ഇസാഖ് നീ തിന്നിയ കുപ്പായം ഇട്ട ഒരാള് കഴിഞ്ഞ മാസം അവിടെ സൈപ്രസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സൈപ്രസിൽ അവിടെ വെച്ച് ഞാൻ ആ കുപ്പായം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മാസം ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് നിന്റെ കുപ്പായത്തിന്റെ നീ ഉണ്ടാക്കുന്ന ഡ്രസ്സിന്റെ ആ മഹിമ കണ്ടുകൊണ്ട് ഞാൻ വന്നത്. ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഐ കെയിം ഹിയർ. ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് വൺ ഡ്രസ് മെയ്ഡ് ബൈ യു. അപ്പോൾ ഇവൻ ഇതെല്ലാം ഓരോ പ്രാവശ്യം ആദ്യമൊക്കെ ഇവനൊരു വലിയൊരു കണ്ടോ ഞാൻ നല്ല തുന്നൽക്കാരനാണെന്ന് പറയും. പക്ഷെ പിന്നെ വന്നപ്പോൾ പ്രശ്നം അറിയാമോ, ഈ തുണി കൊടുക്കാൻ വരുന്നവൻ അളവെടുക്കാൻ നിൽക്കുമ്പോൾ അരമണിക്കൂർ ഇവനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, അതൊക്കെ നിങ്ങൾ തുണി കൊടുക്കുക, കാര്യം എനിക്ക് വേറെ പണിയുണ്ട്. കാര്യം ഇവനങ്ങ് മടുത്തു. അപ്പൊ ഒരു ദിവസം ഇവനൊരു റബിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഗുരു ഈ സാധാരണക്കാരനായി എനിക്ക് ആളുകൾ എന്നെ പല പ്രാവശ്യം ആദ്യമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഒത്തിരി പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു, ബോറടിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ശരിക്കും ബോറടിക്കുന്നില്ലേ? ന്യായമായ ഒരു ചോദ്യമാണ് അല്ലേ? പക്ഷേ റബി പറഞ്ഞെന്നറിയാമോ, ഇസാഖ് നീ ദൈവത്തെ നിന്നെ പോലെ കാണുന്നത് കൊണ്ടാണത് പ്രശ്നം. ദൈവം നിന്റെ സ്തുതി കേട്ട് പൊങ്ങുന്നുമില്ല, നീ സ്തുതിക്കാത്തത് കൊണ്ട് ദൈവം താഴുന്നുമില്ല. that doesn't make any difference in God. Now why you praise somebody? Because നമ്മൾ എന്തുകൊണ്ട് ഒരാളെ, ഞാൻ പാട്ട് പാടുന്ന ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എനിക്ക് പാടാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട്. And when I appreciate somebody, I say, you are so great that I can never attain that position. അപ്പോൾ when I say somebody is big, that means I am in a lower stage and I accept that I am nobody. ഞാൻ വേറൊരാൾ വലിയ ആളെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചെറിയ ആളാണെന്ന് പറയുകയാണ്. ഞാൻ ചെറിയ ആളാണെന്ന് പറയുക. സ്തുതിക്കുമ്പോൾ ഇതാ വാസ്തവത്തിൽ സംഭവിക്കുന്നത്. നത്തിങ് മോർ ദൻ ദാറ്റ്. വെൻ ഐ പ്രൈസ് ഗോഡ്, ഐ അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ ആം നോബഡി ടു സ്റ്റാൻഡ് ബിഫോർ ഹിം. ഐ ടെൽ ഗോഡ്, ഐ ആം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷ്. ഞാൻ വെണ്ണീറും പൊടിയും വെണ്ണീറുമാണ്. നിന്റെ സന്നിധി നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. യു ആർ സോ ഗ്രേറ്റ്. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്പോൾ ആ ഗ്രേറ്റ്നെസ് വർദ്ധിക്കുന്നതനുസരിച്ചാണ് നമ്മളുടെ ചെറുപ്പം നമ്മൾ മനസ്സിലാകുന്നത്. ഞാൻ ഈ ക്രിക്കറ്റിന്റെ ഉദാഹരണം സാധാരണ പറയാറുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ, ഒരു സ്കൂൾ ടീമിലെ ക്യാപ്റ്റൻ അവന്റെ സ്കൂൾ ടീമിലെ പിള്ളേരെ എങ്ങനെയാണെങ്കിലും ബൗൾ ചെയ്യുന്നത് നമുക്ക് ചോദിച്ചുകൊണ്ട് എപ്പോഴും എന്താണ് അവന്റെ അടുത്ത് എപ്പോഴും ചാടിക്കൊണ്ടായിരിക്കും ചെല്ലുന്നത്. സംസാരിക്കുന്നതിന് എന്താണ് ഇവൻ മോളിൽ നിന്ന് താഴോട്ടാണ് പറയുന്നത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, നെക്സ്റ്റ് ടൈമിൽ നിനക്ക് കാണണമെങ്കിൽ നന്നായിട്ട് നീ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം യു വിൽ നോട്ട് ബി ഇൻ ദ ടീം എന്നൊക്കെ ആയിരിക്കും ക്യാപ്റ്റൻ കയറി പറയുന്നത്. പക്ഷേ വേറൊരു സ്കൂളിലെ ക്യാപ്റ്റനെ കാണുമ്പോഴത്തേക്ക് അവൻ അവന്റെ അടുത്ത് ഇതുപോലെ പറയും ഇല്ല, കാര്യം അവനറിയാം അവന് ഈക്വൽ ആണ്. അതുകൊണ്ട് ചിലപ്പോൾ ഹലോ അവയും എന്നൊക്കെ ചോദിച്ച് ഒരു ഈക്വൽ കാര്യമാണ്. അവന്റെ അടുത്തൊന്നും കളിക്കാൻ ചാടാൻ ചെല്ലത്തില്ല. എന്നാൽ സ്റ്റേറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ കാണുമ്പോഴത്തേക്ക് കൈ കൊടുക്കുമായിരിക്കും, എങ്കിലും അവൻ പറയുന്നത് ഞാൻ ഇന്ന സ്കൂളിലെ ടീമിന്റെ ക്യാപ്റ്റനാ എന്നേ പറയത്തുള്ളൂ. ബിക്കോസ് വിനയം കണ്ടോ. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മെമ്പേഴ്സിനെ വല്ലതും കാണുകയാണെന്ന് വെച്ചു, കാണുമ്പോഴത്തേക്ക് കൈ കൊടുക്കാൻ ഇവന് പേടിയാ. കാരണം അവന്റെ അടുത്തോട്ട് അങ്ങോട്ട് ചെല്ലാൻ തന്നെ അവന്റെ മാഹാത്മ്യം ഇല്ലേ, അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ഒരുപക്ഷെ സ്റ്റേറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ വരെയൊക്കെ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നീ ബൗൾ ചെയ്യുന്നുണ്ടോ, ദാറ്റ് വാസ് റിയൽ ഗുഡ്, ഞാൻ പല പ്രാവശ്യം നോക്കട്ടെ അതെങ്ങനെ സ്വിങ് ചെയ്യുന്നത്